അയിമ്പത്തിന്റെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ കിതാബുകൾ വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാം അൽ അംറു ബിൽ ഇത്തിബാ വനഹ്യു അനിൽ ഇബ്തിദാ. ഇമാം സുയൂത്തിയുടെ ഗ്രന്ഥമാണ്. ആ ഇമാം സുയൂത്തി പറഞ്ഞത് എന്താണ്? വസ്വഹാബ റളിയല്ലാഹു അൻഹും വഖദ് അജ്ദബു മർറാത്ത് വദഹ്മതുഹും അൻ-നവായിബ ബഅദ മൗതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹല്ലാ ജാഉ വസ്തസ്ഖു വസ്തഗാസു ഇൻദ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ കാലശേഷം സ്വഹാബത്തിന് ഒട്ടനവധി പ്രയാസങ്ങൾ ഉണ്ടായി, മഴയ്ക്ക് കെടുതിയുണ്ടായി. പക്ഷെ എന്തുകൊണ്ട് അവർ പ്രവാചകന്റെ ഖബറിന്റെ അരികിൽ വന്നില്ല, ഇസ്തിആസ ചെയ്തില്ല എന്ന് നിങ്ങളൊക്കെ നബിദിനത്തിന്റെ തെളിവ് വായിക്കുന്ന അൽ അംറു ബിൽ ഇത്തിബാ വനഹ്യു അനിൽ ഇബ്തിദാ എന്ന് പറയുന്ന ഇമാം സുയൂത്തിയുടെ ഗ്രന്ഥത്തിൽ അദ്ദേഹം കോറി വെക്കുകയാണ്. ഇതാണ് പരിശുദ്ധ ഖുർആനിന്റെ രീതി, ഇതാണ് സഹാബത്തിന്റെ വഴി, അവരാണ് നമുക്ക് മാതൃക. അതാണ് ഖുർആനും സുന്നത്തും പരിചയപ്പെടുത്തിയ രീതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് എന്ത് ഡെഫിനിഷൻ വെച്ച് ആരോട് തേടിയാലും ഇതിനോട് ചോദിക്കുന്ന ചോദ്യമാണോ പ്രിയപ്പെട്ട നാട്ടുകാരെ, അത് പ്രമാണബദ്ധമായി ശിർക്ക് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ചോദ്യം സൃഷ്ടികളിലേക്ക് തിരിയുമ്പോൾ ആരാധനയാകാത്ത മറിമായം ഇസ്ലാമിക വിശ്വാസ ലോകത്ത് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇവരുടെ ഡെഫിനിഷൻ എന്താണ്? ഇലാഹാക്കിയാലേ ശിർക്കാകുള്ളൂ എന്നാണ്. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് സഹാബകൾ പറഞ്ഞില്ലേ, നബിയെ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് തിരിഞ്ഞു പോരുന്ന വഴിയാണ്. മഹാനായ അബൂ വാഖിദിനിൽ ലൈഥി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബിയെ മക്ക മുശ്രിക്കുകൾക്ക് വാള തൂക്കിയിടാൻ ഒരു മരമുണ്ട്, അവർ അതിൽ നിന്ന് ബറക്കത്തെടുക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കും ഒരു ദാത്തു അൻവാത്ത് എന്ന് പറയുന്ന അവരുടെ മരം പോലെയുള്ള ഒരു മരം ഉണ്ടാക്കി തരുമോ? ഇലാഹാണെന്നുള്ള വിശ്വാസമല്ല, റബ്ബാണെന്നുള്ള വിശ്വാസമല്ല. അല്ലാഹുവിന്റെ റസൂൽ എന്താണ് അവരോട് പറഞ്ഞത്? അതേ അത്ഭുതപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി ചോദിച്ചത് എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം, സുബ്ഹാനല്ലാഹ് ഹാദാ കമാ ഖാല ഖൗമ മൂസ. മൂസാ നബിയുടെ ജനത സംസാരിച്ചത് പോലെയാണല്ലോ ഇത്. എന്താ മൂസാ നബിയുടെ ജനത സംസാരിച്ചത്? ഇജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. അവർക്കൊരു ഇലാഹി ഉള്ളത് പോലെ ഞങ്ങൾക്കും ഇലാഹിനെ സ്ഥാപിച്ചു തരുമോ എന്നുള്ള വർത്തമാനം പോലെയുണ്ടല്ലോ ഈ വർത്തമാനം. സ്വഹാബികൾ ഇലാഹാക്കിയോ, റബ്ബാക്കിയോ? ഇല്ല. എന്നിട്ട് പോലും എന്താ പറഞ്ഞത്? അത് തെറ്റാണ്, ശിർക്കിന്റെ പ്രവണതയാണ്, കുഫറാണ്. അപ്പൊ ശിർക്കാകണമെങ്കിൽ ഇലാഹാക്കണം എന്നില്ല, റബ്ബാക്കണം എന്നില്ല. അങ്ങനെ ആക്കിയ ശിർക്ക് തന്നെയാണ്. പക്ഷെ അങ്ങനെ ആക്കിയാലേ ശിർക്കാകൂ എന്നുള്ളത് ഷിയാക്കൾ കൊണ്ടുവന്ന തഅരീഫാണ് എന്ന് പറയാനാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ഇതൊക്കെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് പുരോഹിതന്മാർ കൊടുത്ത കഴിവെന്നുള്ള ഡെഫിനിഷനുമായി ഈ സമൂഹത്തിലേക്ക് കടന്നു വരാറുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.